ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നതും കണ്ടുകൊണ്ടിരുന്നതും തർക്കങ്ങളുടെയും പിണക്കങ്ങളുടെയും കഥകളും വാർത്തകളുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളാകെ മാറിയിരിക്കുകയാണ്. ട്രൂഡോ പോയി പുതിയ PM മാർക്ക് കാർണി വന്നതോടെ നയതന്ത്ര ലോകം പുതിയൊരു അധ്യായത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറും കാനഡയുടെ വിദേശകാര്യമന്ത്രി അനിത ആനന്ദും തമ്മിൽ നടത്തിയ ആ സുപ്രധാന കൂടിക്കാഴ്ച. അതിൽ തീരുമാനമായത് കേവലം സൗഹൃദം മാത്രമല്ല, മറിച്ച് $50 ബില്യൺ വ്യാപാര ലക്ഷ്യമാണ്. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപും കാനഡയും തമ്മിൽ തർക്കങ്ങൾ മുറുകുമ്പോൾ മറുവശത്ത് ഇന്ത്യയും കാനഡയും തമ്മിൽ കൈകോർക്കുന്നത് എന്തിനാണ് പരിശോധിക്കാം. ഈ നടന്ന ചർച്ചയെക്കുറിച്ച് ഡോക്ടർ S. ജയശങ്കർ പറഞ്ഞത് അതൊരു ഫ്രൂട്ട്ഫുൾ കോൺവെർസേഷൻ, ഫലപ്രദമായ കൂടിക്കാഴ്ച എന്നായിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാം എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. 2025 ഒക്ടോബറിൽ നിലവിൽ വന്ന ഇന്ത്യ കാനഡ റോഡ് മാപ്പ് 2025 എന്ന പ്ലാനിന്റെ പുരോഗതിയും ഇരുവശവും വിലയിരുത്തി. ചുരുക്കത്തിൽ ഇടക്കാലത്തുണ്ടായ വിടവ് നികത്തി വലിയൊരു കുതിപ്പിനാണ് ഇന്ത്യയും കാനഡയും തയ്യാറെടുക്കുന്നത്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ ചർച്ചകൾ നടക്കുന്നത് വെറും ഒരു സാധാരണ സാഹചര്യത്തിലല്ല. കാനഡയ്ക്ക് മേൽ 100% വരെ നികുതി ഇത് ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനൊരു ചർച്ച നടക്കുന്നത്. കാനഡ ചൈനയുമായി അടുക്കുന്നു എന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന ആരോപണം. എന്നാൽ തങ്ങൾക്ക് ചൈനയുമായി യാതൊരുവിധ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനും പ്ലാൻ ഇല്ല എന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഈ ബന്ധത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നോ? CEPA, അതായത് കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്. CEPA എന്ന് പറയുന്നത് വെറും ഒരു വ്യാപാര കരാറല്ല, ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റത്തിലുള്ള കടമ്പകൾ ഇല്ലാതാക്കുക, നിലവിലെ വ്യാപാരത്തിന്റെ ഇരട്ടിയിലധികം, അതായത് 2030 $50 ബില്യൺ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക, ചൈനയെ ആശ്രയിക്കുന്നത് കുറച്ച് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വിതരണ ശൃംഖല ശക്തമാക്കുക, കാനഡയിലെ വമ്പൻ പെൻഷൻ ഫണ്ടുകൾക്ക് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ഈ കരാർ വഴി തുറക്കും. ഇങ്ങനെയൊക്കെയുള്ള വമ്പൻ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന വമ്പൻ കരാറാണ് ഈ CEPA എന്ന് പറയുന്നത്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് തീരുമാനം ആയത്. ഇനി 2030 ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വ്യാപാരം $50 ബില്യൺ എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞല്ലോ. നിലവിൽ ഇത് ഏകദേശം 18 മുതൽ 20 ബില്യൺ റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. അതായത് വ്യാപാരത്തിൽ ഇരട്ടിയിലധികം വർധനവ്. ഇവിടെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്ക് മേൽ 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ വിപണിയായ ഇന്ത്യയെ കൂടുതൽ ചേർത്ത് പിടിക്കുക എന്നത് കാനഡയുടെ നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണ്. ട്രംപും കാർണിയും തമ്മിൽ വാക്കേറ്റങ്ങൾ നടക്കുമ്പോൾ കാനഡ തങ്ങളുടെ വ്യാപാരം വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി കാണുന്നു. അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെ കൂടെ നിർത്തുക എന്നതാണ് കാർണിയുടെ തന്ത്രം. 2023 പ്രശ്നങ്ങൾക്ക് ശേഷം ബന്ധം സാധാരണ നിലയിലാക്കാൻ കഴിഞ്ഞ വർഷം ആവിഷ്കരിച്ചതാണ് ഈ ഇന്ത്യ കാനഡ റോഡ് മാപ്പ് 2025. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്രിട്ടിക്കൽ മിനറൽസ്, അതുപോലെ ക്ലീൻ എനർജി, പ്രതിരോധം തുടങ്ങിയ എല്ലാ മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന AI ഇംപാക്ട് സമ്മിറ്റിൽ കാനഡയുടെ വലിയൊരു സാന്നിധ്യം നാം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നത് കാനഡയിലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പ്രവാസികൾക്കും വലിയ ആശ്വാസമാണ്. വിസ നടപടികളിലും കോൺസുലർ സേവനങ്ങളിലും കൂടുതൽ വേഗത വരുത്താനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണ്. നയതന്ത്രത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല, മിത്രങ്ങളില്ല, താല്പര്യങ്ങൾ മാത്രമെന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്ന് ഈ മാറ്റങ്ങൾ തെളിയിക്കുന്നു. ട്രൂഡോയുടെ കാലത്തെ ആരോപണങ്ങളിൽ നിന്ന് മാറി സാമ്പത്തിക നേട്ടങ്ങളിൽ ഊന്നിയുള്ള ഒരു പുതിയ ഇന്ത്യ കാനഡ ബന്ധമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഒരു വശത്ത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം കാനഡയെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയുമായുള്ള ഈ വമ്പൻ സാമ്പത്തിക കരാർ കാനഡയ്ക്ക് വലിയൊരു ആശ്വാസം നൽകും. ഇത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് മാറുന്ന ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു സഖ്യത്തിന്റെ തുടക്കമാണ്. $50 ബില്യൺ ഈ ലക്ഷ്യം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വലിയൊരു മുതൽക്കൂട്ടാകും. അമേരിക്കയുമായുള്ള കാനഡയുടെ പ്രശ്നങ്ങൾക്കിടയിൽ ഇന്ത്യ ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നത് വരും മാസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.